നമസ്കാരം. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന പ്രധാനമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് പ്രസംഗം വലിയ വിവാദത്തിലായിരിക്കുകയാണ്. അതായത് ഈ പെരുമാറ്റച്ചട്ടം ലംഘിച്ച മോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷമൊക്കെ രംഗത്തെത്തിയിരിക്കുകയാണ്. മോദിക്കെതിരെ രാജ്യവ്യാപകമായി കൂട്ടപ്പരാതി നൽകുവാനും പ്രതിപക്ഷം ആഹ്വാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്ന വിഭാഗമെന്നും നുഴഞ്ഞുകയറ്റക്കാരെന്നും അധിക്ഷേപിച്ചാണ് മുസ്ലിങ്ങൾക്കെതിരെ വിഭാഗീയ പരാമർശം പ്രധാനമന്ത്രി നടത്തിയത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഉണ്ടാകാവുന്ന ആപത്ത് ഓർമ്മപ്പെടുത്തുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ടായിരുന്നു മോദിയുടെ ധ്രുവീകരണ ശ്രമം നടന്നത്. കോൺഗ്രസ് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ആദ്യ പരിഗണന നൽകുക മുസ്ലിങ്ങൾക്കായിരിക്കുമെന്നും കഷ്ടപ്പെട്ട് മറ്റുള്ളവരുണ്ടാക്കിയ പണം അവരിലേക്ക് ഒഴുകുമെന്നും അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്വർണത്തിൻ്റെ കണക്കെടുപ്പ് നടത്തി അത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്നും പ്രകടന പത്രികയിലുണ്ട് എന്നൊക്കെയാണ് മോദി പറഞ്ഞത്. കൂടുതൽ കുട്ടികളുണ്ടാകുന്ന നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള ഇവരിലേക്ക് രാജ്യത്തിൻ്റെ സമ്പത്ത് പോകുന്നതിനെ അനുകൂലിക്കുന്നുണ്ടോ എന്നായിരുന്നു വോട്ടർമാരോടുള്ള മോദിയുടെ ചോദ്യമെന്ന് പറയപ്പെടുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടം ലംഘിച്ച് ധ്രുവീകരണ ശ്രമം നടത്തിയ മോദിക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രചാരണ റാലികളിൽ നിന്ന് വിലക്ക് കൽപ്പിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി തിരിച്ചറിഞ്ഞുകൊണ്ട് മോദി വർഗീയ കാർഡ് ഇറക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ വിമർശിക്കുകയും ചെയ്തു. ജാതി സെൻസസ് നടപ്പാക്കുന്നതിന് പിന്നാലെ രാജ്യത്ത് സാമ്പത്തിക സർവേ നടത്തി ജനസംഖ്യ അനുപാതികമായി ആനുകൂല്യങ്ങൾ നൽകുമെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശമാണ് പ്രധാനമന്ത്രി വഴിതിരിച്ചുവിട്ടത് എന്നുള്ളതാണ്. രാജ്യത്തെ സ്വത്തിൻ്റെ ആദ്യ അവകാശികൾ ന്യൂനപക്ഷങ്ങളാണ് എന്ന് 2006 മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നടത്തിയ പ്രതികരണവും വർഗീയ കാർഡിറക്കാൻ മോദി കൂട്ടുപിടിച്ചു എന്നുള്ളതാണ്. പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിൻ്റെ താൽപ്പര്യങ്ങളാണ് കോൺഗ്രസ് അവതരിപ്പിക്കുന്നത് എന്ന വിമർശനം മോദി നേരത്തെ തന്നെ ഉയർത്തുകയും ചെയ്തിരുന്നു. ഹിന്ദു മുസ്ലിം ചർച്ച ഉയരാതിരിക്കുവാൻ വയനാട്ടിൽ ലീഗിൻ്റെ കൊടി ഒഴിവാക്കിയതടക്കം ജാഗ്രത കോൺഗ്രസ് സ്വീകരിക്കുന്നതിനിടെയാണ് മോദിയുടെ ഇത്തരത്തിലുള്ളൊരു കടന്നാക്രമണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിൽ നടത്തിയ വിദ്വേഷ പരാമർശത്തിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. മോദിയുടേത് പൂർണ്ണമായിട്ടുള്ള ചട്ടലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ കോൺഗ്രസ് നേതാക്കൾ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി അറിയിച്ചുവെന്ന് മാത്രമല്ല നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ വേണമെന്ന് തന്നെയാണ് മുതിർന്ന അഭിഭാഷകനും കോൺഗ്രസിൻ്റെ നേതാവുമൊക്കെയായിട്ടുള്ള മനു അഭിഷേക് സിംഗ് പറഞ്ഞത്. അതായത് ഈ പെരുമാറ്റച്ചട്ടം ലംഘിച്ച മോദിക്കെതിരെ കേസെടുക്കേണ്ടതുണ്ട്, നടപടി ഉണ്ടാകില്ല അല്ലെങ്കിൽ ഉണ്ടാകുന്നില്ല വിശ്വാസം പ്രധാനമന്ത്രിക്ക് എങ്ങനെ ഉണ്ടാകുന്നുവെന്നും കോൺഗ്രസ് ചോദിക്കുകയാണ്. രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് മോദി മുസ്ലിം വിദ്വേഷ പ്രസംഗം നടത്തിയത്. രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നടന്ന BJPയുടെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ മോദിയിൽ നിന്നുണ്ടായത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സമ്പത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്നവർക്കും നൽകുമെന്ന് തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. രാജ്യത്തിൻ്റെ സ്വത്ത് അത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വീതിച്ചു നൽകുമെന്നും നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുന്നവർക്കും നിങ്ങൾക്ക് സ്വത്ത് നൽകുന്നത് അംഗീകരിക്കാനാകുമോ എന്ന് മോദി ഈ പ്രസംഗത്തിനിടെ ചോദിക്കുകയും ചെയ്തു. വിവാദ പ്രസംഗത്തിന് പിന്നാലെ മോദിക്കെതിരെ പ്രതിപക്ഷ നേതാക്കളടക്കം രംഗത്തെത്തുകയും ഭയം കാരണം പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ മോദി ശ്രമിക്കുന്നുവെന്നുമൊക്കെ രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. മോദി വീണ്ടും കള്ളം പറയുകയാണ് എന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേഡ അറിയിച്ചു. പ്രധാനമന്ത്രിയുടേത് വിഷം നിറഞ്ഞ ഭാഷയാണെന്ന് ജയറാം രമേശ് പ്രതികരിച്ചു. ഭരണഘടനയെ തകർക്കുവാനുള്ള നീക്കമാണ് എന്നുകൂടി അവർ പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോൾ അങ്ങനെ രാജ്യത്തിൻ്റെ സമ്പത്ത് മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാർക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവർക്ക് നൽകുമെന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ വാദവും വിവാദമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം. ഇതിനകത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതു തരത്തിലുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ളതും ശ്രദ്ധേയമാകും.